സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് 16-ാം തീയതിയാണ്. എനിക്ക് ഇന്നൊരു 491 രൂപ സംതിങ് ലോസ് വന്നിട്ടുണ്ട്. സോ ഞാനത് നിഫ്റ്റിയിലെടുത്ത് എൻട്രി ആയിരുന്നു. സോ അത് എങ്ങനെയാണ് ആ ലോസ് വന്നത് എന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. ആക്ച്വലി മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം ഫസ്റ്റ് ഈ ക്യാൻഡലിൻ്റെ ഹൈന്ന് ഒരു പുട്ട് ബൈ ചെയ്തിരുന്നു. ഓക്കെ, ഡെയിലി ഞാൻ അങ്ങനെയാണ് ചെയ്യുക. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് മാർക്കറ്റ് എപ്പോഴും ഓപ്പൺ ആകുമ്പോൾ ഒരു വലിയൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ആവാറുണ്ട്. സോ അതിൻ്റെ ഹൈയോ അതിൻ്റെ ലോയോ ഞാനൊരു നല്ലൊരു ഏരിയ ആയിട്ട് പരിഗണിക്കാറുണ്ട്. അവിടുന്ന് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. സോ ഇതിൻ്റെ ഹൈ ടച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു പുട്ട് ബൈ ചെയ്യാനായിരുന്നു പ്ലാൻ. സോ അതിൻ്റെ ഹൈ ടച്ച് ചെയ്തപ്പോൾ കൃത്യം ഇത് 9:35 ഞാൻ പുട്ട് ബൈ ചെയ്തു. ബട്ട് എന്താണെങ്കിലും മാർക്കറ്റ് ഒന്ന് ആക്ച്വലി ബുള്ളിഷ് ആയിരുന്നു. സോ ഞാൻ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഒന്ന് ട്രേഡ് എടുത്തത്. ഓക്കെ, സോ ഇവിടെ നിന്ന് ബൈ ചെയ്തു. ഈ ഒരു വീക്ക് ക്ലോസ് ചെയ്യുന്നിടത്താണ് ഞാനത് ബൈ ചെയ്തത്. എൻ്റെ അഗെയിൻ കുറച്ച് താഴേക്ക് വന്ന ശേഷം വീണ്ടും മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഞാനൊരു 6 പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനുശേഷം ഇതിൽ വന്ന വേറൊരു കാര്യം എന്താണെങ്കിൽ മാർക്കറ്റ് ഇത്രയൊക്കെ ഹൈ പോയിട്ടും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പ്രീമിയം അങ്ങനെ ഇതാവുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ക്യാൻഡിലാണ്, ഈ ഒരു ആറോ മാർക്കറ്റ് ഇരിക്കുന്ന ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു ക്യാൻഡിലാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയത്. അതുവരെ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു. അതായത് ഞാൻ എൻട്രി എടുത്ത് അതേ ലെവലിൽ മാർക്കറ്റ് വീണ്ടും കയറിപ്പോയി. ഓക്കെ, സീ ദാറ്റ്സ് ഇറ്റ്. പിന്നെന്താണെങ്കിൽ കൃത്യം ഈ ഒരു റേഞ്ച് കണ്ടോ, ഈ ബിലോ ഇവിടെ മാർക്കറ്റ് ടച്ച് ആയില്ല, ഗ്രീൻ ലൈന് ടച്ച് ആയില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു പുട്ട് കോൾ ബൈ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ആ എൻട്രി എനിക്ക് മിസ്സായിപ്പോയി. അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു റേഞ്ചിന് താഴേക്ക് വന്നില്ല. കൃത്യം 9:30 ഇവിടുന്ന് മേലോട്ട് കയറിപ്പോയി ഈ ഒരു റേഞ്ചിന് താഴേക്ക് വന്ന് ഇവിടുന്ന് തിരിച്ച് കയറിപ്പോകുമെന്ന് എനിക്ക് ചെറുതായി തോന്നിയിരുന്നു. ബട്ട് ഇവിടെ നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. നമ്മുടെ പ്ലാൻ അനുസരിച്ചുള്ള എൻട്രി അല്ലത് അവിടെ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്ത് വിട്ടു. സോ ഇത് തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ. കൃത്യം ഈ ഗ്രീൻ ലൈൻ ടച്ച് ചെയ്യുകയാണെങ്കിൽ പുട്ട് ബൈ ചെയ്യുക എന്നുള്ളതായിരുന്നു പ്ലാൻ. ബട്ട് അത് വർക്കായില്ല. സോ ലോസാണ് സംഭവിച്ചത്. കൃത്യം 491 രൂപ.